Good morning. Good So morning, miss. in the last class we studied about a tongue. Do you remember? You all showed the tongue, and I asked you to brush your teeth properly and should be white today. Is it white today or yellowish? Show me, show me, show me. Still it is yellowish. No, somewhat okay. What about it, Dia? Show me. Yes, also is white. And Anne Maria is stuck, I think. Anne Maria, okay. Yours also is white today. You brushed well, very good. Okay. So, in the last class we studied about the tongues. Do you remember? Miss, ആഷിക്കിന് കേറാൻ പറ്റാത്ത ആഷിക്കിന്റെ ജിയോന്റെ നെറ്റ് അപ്പൊ അവന് കേറാൻ പറ്റിയില്ല ജിയോ നെറ്റ് ഒന്നും കൂടെ നോക്കാന്ന് Okay, പറഞ്ഞു. leave it, okay. So about tongue we studied, there are some buds. Buds means the tasty buds, taste buds in our tongue. It is a sense organ and it is used to, or it helps us to find out the taste. Taste മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് ടങ്ക് സഹായിക്കുന്നത് അല്ലേ? And tongue also help us to talk. നമ്മളെ സംസാരിക്കാൻ സഹായിക്കുന്ന tongue ആണ്. If anything happens to the tongue, usually you people, not only small children but others also will get, but usually small children more. For them, always some small the diseases will be there on the tongue. If you have you faced at any time like that way? ടങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും രോഗങ്ങൾ നിങ്ങളുടെ ടങ്കിൽ വന്നിട്ടുണ്ടോ? നോ, നെവർ, ഒരിക്കലും ഇല്ലേ? ഈ തൊലി പൊട്ടുകയോ അങ്ങനത്തെ എന്തെങ്കിലും? കടിച്ചിട്ട് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഹറിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്, തിരക്ക് പിടിച്ച് കഴിക്കുമ്പോൾ. ഓക്കെ, അതെ. അല്ലാതെ ഈ നാവിന്റെ തൊലിയൊക്കെ പൊട്ടി ഇങ്ങനെ പോകുന്ന അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നാക്കിന്റെ അറ്റത്തൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും നാവിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ പൊട്ടുന്നില്ല? ഓക്കെ, നല്ല കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സംസാരിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? അതിന് വായിലൊക്കെ ഈ വായ്പുണ്ണെന്നൊക്കെ പറയുന്ന പോലെ, ഇഫ് യു ഹാവ് any diseases on the skin inside the Yes, miss. mouth, Here. that is Yes, miss. deficiency because of deficiency of vitamin C. വിറ്റമിൻ സിയുടെ കുറവ് കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ് അങ്ങനെ. If it happens like that way, it is very difficult for you to talk, to take food, to swallow saliva and all, to drink water and all. It is difficult, isn't it? Okay. Yes, So miss. tongue does another job. Small taste buds are spread across the surface. നമ്മുടെ ടങ്ങിൽ ഇങ്ങനെ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, കുറെ ടേസ്റ്റ് ബഡ്സ്. അതായത് എന്താ മലയാളത്തിൽ പറയുന്നത്, രുചി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബഡ്സ്, മുകുളങ്ങൾ അങ്ങനെ കണ്ടാ പറയുന്നത്. Okay, taste മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. Okay, in the earlier stage, scientists believed that there are some different buds are there to taste different tastes. അതായത് ഏർലിയർ സ്റ്റേജിൽ സയന്റിസ്റ്റുകൾ വിചാരിച്ചിരുന്നത് ഓരോ ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബഡ്സിനും സാധിക്കില്ല. ഓരോ ബഡ്സുകളും, അതായത് ഓരോ രുചി മനസ്സിലാക്കുന്ന ടേസ്റ്റ് ബഡ്സ് ഓരോ ടേസ്റ്റുകളാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നതെന്നാണ്. ബട്ട് നൗ ദേ അണ്ടർസ്റ്റുഡ്, ദേ റിയലൈസ്ഡ് ദാറ്റ് എല്ലാ ബഡ്സിനും എല്ലാ ടേസ്റ്റും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ സ്വീറ്റ് ആണെങ്കിലും നമ്മള് ടങ്കിന്റെ ആദ്യകാലങ്ങളിൽ അവർ വിചാരിച്ചുകൊണ്ടിരുന്ന ടങ്കിന്റെ ഏതെങ്കിലും ഒക്കെ ബഡ്സുകൾ, ഏതെങ്കിലും ടേസ്റ്റുകൾ മാത്രമേ മനസ്സിലാക്കാൻ സഹായിക്കുള്ളൂ എന്നാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായി, they have invented or they have found out that all buds will help to all taste, എല്ലാ ടേസ്റ്റും മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ആൻഡ് അനദർ തിങ്, നമ്മൾ കഴിക്കുന്ന ഫുഡിന് വേറെ എന്താണ്, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് നമുക്ക് ടങ്കിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ? only tongue can understand. ഈ ടങ്ക് കഴിഞ്ഞ് നമ്മള് if we swallow the food, can we identify that taste afterwards, after swallowing? നമ്മൾ ഫുഡ് അങ്ങോട്ട് സോളോ ചെയ്ത് കഴിഞ്ഞാൽ, വിഴുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഫുഡിന്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും എന്തായിരുന്നു എന്നുള്ളത്. only in the tongue we can identify, isn't it? Okay, what are the taste? Dia what are the how many tastes are there? What are the tastes, main tastes? Dia respond പറ ഏതൊക്കെയാ ടേസ്റ്റുകള്? ഞാൻ മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യും മോളെ.
അൺമ്യൂട്ട് ചെയ്തു ടീച്ചർ. അത് പറഞ്ഞോ, മോള് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഐ ക്യാൻ ഹിയർ യു. വിച്ച് ആർ ദ ടേസ്റ്റസ്? ടേസ്റ്റസ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ വിച്ച് ആർ ദ ടേസ്റ്റസ്? മെയിൻലി ടേസ്റ്റ്. No, mainly 4 tastes are there. What are those? You no need to look in the textbook. Just imagine and tell me. Food taste. Okay, unmute. And here, Faith, can you answer? No. Miss sugar. Sugar not. Sugar is not a taste. Miss puli. Puli kinna parayna English la? Puli kaipo. That is correct. Say in English. Shreya, can you tell? Unmute. Okay, unmute ചെയ്തു. Okay, പറഞ്ഞോ. എന്തൊക്കെ ടേസ്റ്റുകൾ? What are the 4 main tastes? Sour. Ashik, can you answer? അറിയില്ല. Anne-Marie, can you answer? Yes, miss. Tell me. In the last class you answered that. Sweet. Not sugar. Sour. Faith, not sugar. Sour. Sweet. Sour. Okay. Bitter. One more. One more. Salty. Okay. Salty. Okay. That are the main tastes. Sweet, salty, bitter, and sour. Okay. പല ടേസ്റ്റ് ഉണ്ടെന്നാണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പ്, പുളി, മധുരം, പിന്നെന്താ കയ്പ്. ഓക്കെ, ഇത് മനസ്സിലായോ? പിന്നെ എന്ന് വെച്ചാൽ എല്ലാം ഈ 4 ടേസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നല്ല. നമ്മൾ കഴിക്കുന്നതിന് വേറെ ടേസ്റ്റുകളുണ്ട്. പക്ഷെ മെയിൻ ആയിട്ടുള്ള ടേസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ. So sweet, salty, sour, and bitter. Scientists earlier thought that the taste buds that detected different kinds of tastes are located in specific areas of the tongue. അതായത് ഓരോ ഭാഗത്തും ഓരോ ടേസ്റ്റിനുള്ള ബഡ്സ് ആണ് ഉള്ളതെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് however this is not considered to be true now. It is proved that each taste bud can detect all taste. എല്ലാ ടേസ്റ്റുകളും എല്ലാ ബഡ്സിനും മനസ്സിലാക്കാൻ പറ്റുമെന്നല്ല, ഒന്ന് മാത്രമല്ല. ഓക്കെ. And tongue also help us to talk. Tongue help us to lead the food to the teeth. അതായത് നമ്മുടെ വായിലെ നാവാണ് നമ്മുടെ വായിലുള്ള ഫുഡ് ടീത്തിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഓക്കെ. then അനന്തര വേറെ ടെക്സ്റ്റ് ബുക്കിലില്ല. ഞാൻ പറയാം, ടങ്ക് നമ്മൾ കെയർ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഹൗ യു വിൽ കെയർ അവർ ടങ്ക്? നമ്മൾ ടങ്ക് എങ്ങനെ കെയർ ചെയ്യാൻ പറ്റും നമുക്ക്? ആർക്കെങ്കിലും പറയാമോ? ടങ്ക് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യും? സോപ്പൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമോ? Will we use soap and lotion or something like that way? Then how will clean? No one is ready to answer. Faith, unmute and tell me. Faith, unmute ചെയ്യുമോനെ, എന്നാലും പറ, എന്നാലേ കേൾക്കുള്ളൂ. അറിയില്ല, ആൻസർ പറയാനറിയില്ലേ? പറഞ്ഞോ. എങ്ങനെ നമ്മള് നാക്ക് വടിക്കുന്ന ഇതും കൊണ്ട്. ഓക്കെ. നമ്മൾ while brushing we will use a tongue cleaner and we will clean the tongue. Then after the food, നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വായെല്ലാം നല്ല വൃത്തിക്ക് കഴുകണം. സിൻഡിറ്റ്, അത് നമ്മൾ ചെയ്യാറുണ്ട്. ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അല്ലേ? ദിയ, വാട്ട് ഇസ് യുവർ സിസ്റ്റേഴ്സ് നെയിം? Slova. Okay. I can see only one hand and a pencil. I can't see her face. Okay. Next we will study about a digestive system, digestion in stomach. നമ്മൾ ഇതിന് മുന്നിൽ പഠിച്ചായിരുന്നു അല്ലേ, ഡൈജഷൻ അങ്ങനെ നടക്കുന്നതെന്നൊക്കെ. Okay. Actually our digestion starts from the mouth itself. Our
Teeth will help us to chew the food and to break into small pieces. The saliva in our mouth will help to digest it from there itself. Then after the food is swallowed, then we will swallow the food. After swallowing the food, it slides down the pharynx into the osophagus. Osophagus means food pipes. ഫുഡ് പൈപ്പിൽ കൂടെ, അതായത് നമുക്കറിയാം, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ, ഫുഡ് കഴിച്ച് ചവച്ച കഴിയുമ്പോൾ അത് നമ്മൾ swallow ചെയ്യും, വിഴുങ്ങും. ഇറ്റ് വിൽ ഗോ ടു അവർ സ്റ്റൊമക്ക് ത്രൂ ദ ഫുഡ് പൈപ്പ്. നമ്മൾ അതായത് എന്താ മലയാളത്തിൽ പറയുന്ന അന്നനാളം എന്ന് പറയും. അതൊരു പൈപ്പ് പോലെ ഒരു സാധനം. സീ ദാറ്റ് പിക്ചർ, പേജ് നമ്പർ 18 ഫുഡ് പൈപ്പ് കണ്ടോ? മൗത്തിൽ നിന്നും ഓസ്ഫ്യൂജസ് എന്നാണ് പറയുന്നതാണ് ഫുഡ് പൈപ്പ്. ഒരു ട്യൂബ് പോലത്തെ ഒരു സാധനം, അതിലൂടെ ഫുഡ് താഴോട്ട് പോകും. ഓക്കെ, ഓസ്ഫ്യൂജസ് ലീഡ്സ് ഫ്രം യുവർ മൗത്ത് ടു ദ സ്റ്റൊമക്ക് ടിൽ വേർ ഇറ്റ് സ്റ്റൊമക്ക് വരെയാണ്. മൗത്ത് മുതല് നമ്മുടെ സ്റ്റൊമക്ക് വരെയാണ് ഓസ്ഫ്യൂജസ് ഉള്ളത്. Then it is made up of muscles. Our osophagus or food pipe is made up of muscles. These muscles gently push food down to your stomach in a wave like action called peristalsis. So I will show you, I will share a screen. Okay, there is a digestive systems diagram. Can you see this? കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ നിങ്ങൾ ഡയഗ്രാം? Yes. Yes, okay. See, മൗത്ത് ആൻഡ് മൗത്ത് ക്യാവിറ്റി. മൗത്തിൽ നിന്നും ഫുഡ് നേരെ ഫുഡ് പൈപ്പിലൂടെ താഴോട്ട് പോകുന്നു. It reaches to the stomach, and there are some internal organs: liver, gallbladder, large intestine, rectum. Like that way. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള കാണുന്നില്ല ഒക്കെ. അങ്ങനെ അങ്ങനെയുള്ള കുറെ ഭാഗങ്ങൾ, സ്റ്റൊമക്ക്, പാൻക്രിയാസിസ്, like that way. Okay. So food ഈ ഫുഡ് പൈപ്പിലൂടെ താഴോട്ട് വരുന്നു. And food pipe is made up of muscles. These muscles will gently push. It will help to bring down the food. താഴോട്ട് കൊണ്ടുവരാൻ ഈ മസിൽസ് സഹായിക്കും. Then these muscles gently push food down to your stomach in a wave-like action. Wave-like action എന്ന് പറഞ്ഞാൽ തിരമാല പോലെ ഇങ്ങനെ, അതായത് താഴോട്ട് വരാൻ സഹായിക്കും, ഹെൽപ്പ് ചെയ്യുന്നു. Called peristalsis. Actually, this moment take place throughout the alimentary canal to push the food forward. നമ്മുടെ alimentary canalലൂടെ താഴോട്ട് വരാൻ വേണ്ടി നമുക്ക് ഈ ഇത് സഹായിക്കും. Another picture is there or not? Let me see. Next, our stomach is a J-shaped bag made up of muscles. നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഒരു ജെ ഷേപ്പ് ആകൃതിയിലുള്ള മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. Your stomach is a J-shaped bag made up of muscles. It can hold up to 2 liters of food at a time. So stomach can hold 2 liters of food at a time. ഒരു ടൈമിൽ തന്നെ 2 liters 2 ലിറ്റർ ഫുഡ് എന്ന് വെച്ചാൽ കുറച്ചധികം നമ്മൾ കഴിച്ചാലും എന്ന് വെച്ചാൽ ഓവർ അല്ല. It doesn't mean over food. Up to 2 liters of food at a time. Food stays in the stomach from a few minutes to few hours depending on the type of food that we eat. So some food will digest fastly. Some food will not digest very fast. It will take a long time to digest. Means hard food, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹാർഡ് ആണെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ കുറെ ടൈം എടുക്കും. ബട്ട് സം ഫുഡ് വിൽ ഡൈജസ്റ്റ് ഫാസ്റ്റ്ലി. അതുകൊണ്ട് നമ്മൾ ചില ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വിശക്കാൻ തുടങ്ങും, കാരണം ഡൈജഷൻ വിൽ ബി ഓവർ ഫാസ്റ്റ്ലി. Then we will feel hungry.
But some food, if you eat, you will tell, if a mummy calls you to take your food, mummy, I am not so hungry now, I will eat afterwards. You will tell, isn't it? What do you say like that? ചില ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ മമ്മി പിന്നെ കുറെ കഴിയുമ്പോൾ ഫുഡ് കഴിക്കുമ്പോഴേക്കും പറയല്ലേ, മമ്മി ഐ എം നോട്ട് ഹംഗ്രി, ഐ എം നോട്ട് ഫീലിംഗ് ഹംഗ്രി, സോ ഐ വിൽ ഈറ്റ് ഫുഡ് ആഫ്റ്റർവേഴ്സ് ബിക്കോസ് the food that you had earlier was hard. അതായത് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് അല്ല. നിങ്ങൾ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും അല്ലേ? കുറെ വേഗം ചെറിയ രീതിയിൽ ലൈറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. സി ഫോർ എക്സാമ്പിൾ പൊറോട്ട ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വിശക്കൂല. It will take a lot of time to digest. Have you eaten porota? Do you like to eat porota? Yes. Oh, Faith. Okay. All like to eat porota, but it will take. It is not so good to eat always porota, but we will eat. Though we know that porota is not good for health, we will eat. But it will take a long time to digest. ഒരു പൊറോട്ട അല്ല 2 പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് പോലും കഴിച്ചെന്ന് വരില്ല. ചിൽഡ്രൻ കുട്ടികൾ കാരണം അത് ഒരുപാട് ടൈം എടുക്കും ഡൈജസ്റ്റിന് വേണ്ടിയിട്ട്. ഓക്കെ. So food stays in the stomach from a few minutes to a few hours depending on the type of food eaten. But if you eat a packet of biscuit, after half an hour you will go to mummy and ask, mummy, I am hungry, so give me something else. Won't you say like that way? അങ്ങനെ പറയല്ലേ? ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിട്ടാണെങ്കിൽ ഒരാമണിക്കൂർ മമ്മിയുടെ അടുത്ത് നിന്ന്, മമ്മി എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും തായോ എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ? ആൻഡ് ഇഫ് യു ആർ ജസ്റ്റ് പ്ലേഡ് ഓർ ഇഫ് യു ആർ റൺ ആൻഡ് ഓൾ, ചില ഓടുകയോ കളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലി പറയും. ഒരു പൊറോട്ട ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ വിശക്കുന്നൊന്നുമില്ല, ഇപ്പൊ ഒന്നും വേണ്ടേ? That way you will reply, isn't it? Okay. From few minutes to few hours depending upon the type of food eaten. The inner lining of the stomach secretes mucus, hydrochloric acid and digestive juices. അപ്പൊ നമ്മുടെ സ്റ്റോമക്കിന്റെ ഉള്ളില് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കുറെ ജ്യൂസുകൾ ഉണ്ടാവും, ഡൈജസ്റ്റീവ് ജ്യൂസസ്. നമ്മുടെ മൗത്തില് സലൈവ ഉള്ള പോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള പാർട്സുകളും കുറെ ഡൈജസ്റ്റീവ് ജ്യൂസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Inner lining of stomach secretes mucus, hydrochloric acid and digestive juices. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഏമ്പക്കം ഇടുകയിലേക്ക് പുളിച്ച് തകർത്തുക, അതൊരു പുളിപ്പ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരു ജ്യൂസ് സ്റ്റൊമക്ക് വായിലേക്ക് വരുന്ന പോലെയൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചില ഫുഡുകൾ കഴിച്ചപ്പോൾ എക്സ്പീരിയൻസ്ഡ്? ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ്? അതെ. ഹാവ് യു ഇഫ് യു ഹാവ് ഓമിറ്റഡ്, നിങ്ങൾ ഓമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സമയം നിങ്ങൾക്ക് ഒരു മാതിരി എന്താ പറയണ്ട പുളിപ്പൊക്കെ തോന്നിയിട്ടുണ്ടാവും ഈ ഓമിറ്റ് ചെയ്യുന്നതിൽ, പുളിപ്പ് ടേസ്റ്റ്. സോ ഹാവ് യു എവർ ഓമിറ്റഡ്? Have you ever omitted? Never. Never. Anne-Maria never, I think. Miss, ഞാൻ omit ചെയ്തിട്ടുണ്ട്. ഉണ്ട്. What about you, Dia? Have omitted? Yes. Ashika, have you omitted at any time? എപ്പോഴെങ്കിലും. How old are you now? I think you are in 7th, so you will be 12 years old. ഈ 12 yearsനിടയ്ക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ omit ചെയ്തിട്ടുണ്ടാവും അല്ലേ? Sure, I am sure. Shreya, Biju, can you hear? Okay. omit ചെയ്തിട്ടുണ്ട്. അപ്പം omit ചെയ്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പുളിപ്പ് രസമൊക്കെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ പുളിയൊന്നും തിന്നാത്ത ഒരു ദിവസമാണ് നിങ്ങൾ omit ചെയ്തെങ്കിലും omit ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഇങ്ങനെ അൺഈസിനെസ് ഒന്നുമില്ല, ഇതുവരെ തോന്നിയിട്ടില്ല? ഉണ്ട്. അതെന്തുകൊണ്ടാന്നൊക്കെ അറിയാവോ? എന്തുകൊണ്ട് അങ്ങനെ പുളിപ്പൊക്കെ? അതായത് ഞാൻ പറയാം, ഫുഡൊക്കെ നമ്മൾ omit ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. If you are omitting the food after omitting is okay. Sometimes we will omit in empty stomach after digestion. Digestion ഒക്കെ കഴിഞ്ഞിട്ട് ചില സമയത്ത് നമുക്ക് if we have not because of food problem, ഫുഡ് പോയ്സണിങ് ഒന്നും അല്ലാതെ വേറെ ഏതെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് നമ്മൾ omit ചെയ്യുക എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് omit ചെയ്യുമ്പോൾ നമ്മുടെ ഫുഡ് ഓൾറെഡി ഡൈജസ്റ്റഡ്, സോ നത്തിങ് ഇസ് ദാറ്റ് omit, ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ പിന്നെ ജ്യൂസി ടൈപ്പ് സംതിങ് വിൽ കം ഔട്ട് ഫ്രം ദ സ്റ്റൊമക്ക്, സിൻഡിറ്റ്. അപ്പൊ നമ്മുടെ ഡൈജഷൻ ഒക്കെ കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്തെങ്കിലും വയറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം ജ്യൂസ് മാതിരിയുള്ള എന്തെങ്കിലും ഒക്കെ ആയിരിക്കും omit ചെയ്യുന്നത്. It will be sometimes it will be bitter and sometimes it will be sour, പുളിപ്പുണ്ടാവും ചിലതിന്. എങ്ങനെയാണെന്നറിയാവോ? Because in our stomach some acidity functions are going on.
നമ്മുടെ സ്റ്റൊമക്കിൽ എപ്പോഴും ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അങ്ങനത്തെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ പുളിപ്പുണ്ടാകും. ഓക്കെ. The inner lining of the stomach secretes mucus, hydrochloric acid and digestive juices. The mucus protects the inner lining of the stomach. ഈ മുക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഇന്നർ ലൈനിങ് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. The acid kills bacteria that enter along with the food and also helps in digestion of proteins. അപ്പം ഉള്ളിലുള്ള ബാക്ടീരിയ, നമ്മൾ കഴിച്ച ഫുഡിലൂടെ എന്തെങ്കിലും ബാക്ടീരിയസ് ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആസിഡ്സ് സഹായിക്കും. ആൻഡ് ഓൾസോ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസ്, പ്രോട്ടീനുകൾ ഡൈജസ്റ്റ് ആകുന്നതിന് വേണ്ടി, നമ്മൾ കഴിച്ച ഫുഡിലുള്ള പ്രോട്ടീൻസ് ഡൈജസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദ സ്റ്റൊമക് മസിൽസ് സ്ക്വീസ് ആൻഡ് മിക്സ് ദ ഫുഡ് വിത്ത് ഡൈജസ്റ്റീവ് ജ്യൂസസ്. സോ സ്റ്റൊമക് മസിൽസ്, അതായത് ഇൻഡസ്ട്രൈനിലുള്ള മസിൽസ് ഒക്കെ സ്ക്യൂസ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സ്ക്യൂസ്? ഡു യു നോ സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? പിഴിയുക. പിഴിയുക എന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമുക്കറിയാം ലെമൺ നമ്മളിങ്ങനെ പിഴിഞ്ഞാലാണ് അതിന്റെ ജ്യൂസ് കിട്ടുന്നത്, അല്ലേ? ഓക്കെ, ലൈക്ക് ദാറ്റ്. അങ്ങനെ സ്ക്യൂസ് ചെയ്യുന്ന പിഴിയുക, ഇങ്ങനെ ചുരുട്ടി കൂട്ടുക എന്നൊക്കെയുള്ള രീതിയിൽ, അതായത് ക്രഷ് ചെയ്യുക. സ്റ്റൊമക് മസിൽസ് സ്ക്യൂസ് ആൻഡ് മിക്സ് ദ ഫുഡ് വിത്ത് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഇപ്പം ബോഡിയിലുള്ള ഈ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉപയോഗിച്ച് തന്നെ അതുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മസിൽസ് ഹെൽപ്പ് ചെയ്യും ഫുഡിനെ. The digestive juices break down proteins into simpler substance. Thus, food gets partially digested in the stomach. Stomachil വെച്ച് പകുതി ഭാഗം അതിന്റെ partially digestion ആകും, അതിനകത്ത് പ്രോട്ടീൻസ് ഒക്കെ സെപ്പറേറ്റ് ആകും. Then it goes into the small intestine where most of the digestion occurs. So after half digestion take place in the stomach, after that it will go to the small intestine, and the most of the digestion will take place there in the small intestine. പിന്നെ ചെറുകൂടൽ, അതായത് small intestine എന്ന് പറയുന്നത് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ബാക്കി digestion will take place. See that picture in page number 18. Senior textbook, page number 18. Mouth, salivary glands. Faith doesn't have a book. Okay. Oesophagus. Oesophagus means what? Food pipe. Anne Maria, look in your textbook. Did you see page in page number 18, digestive system diagram? Okay. Food pipe, liver, gallbladder or stomach, pancreas, large intestine, small intestine, rectum, anus. These are the parts given there. Did you see that? So first food take a little digestion. That means ചെറിയ digestion നമ്മുടെ മൗത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. Faith, you have to listen here. Don't look here and there and sit. What is that to look? Who is there? No. First of all, you don't have textbook. If anyone is disturbing, tell them to go away from there. Okay. Okay. So first digestion starts from the mouth. We will chew the food with our teeth, and saliva will help for that. Then we'll swallow the food. Food will go to the stomach through the food pipe and pipe or esophagus. Then from there it will go to the stomach, and half digestion will take place in the stomach, because the muscles of stomach will squeeze, means it will help to break the food into small pieces. Then proteins will be separated from there. From there, the food will go to the small intestine, and most of the digestion will take place in the small intestine, not full. Okay. As the food leaves your stomach, little by little, it enters a long winding tube below it called small intestine. അപ്പം ഫുഡ് ഇങ്ങനെ സ്റ്റൊമക്കിൽ നിന്നും കുറേശ്ശെ ആയിട്ട് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതൊരു പൈപ്പ് പോലെയാണ്. See in that picture. I will try to share the screen. Wait a minute, please.
See, small intestine, this yellow color one. Can you see? കാണുന്നുണ്ടോ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇതിനുള്ളിലുള്ളത്? ഓക്കെ. കണ്ടോ നിങ്ങള് സ്മോൾ ഇൻറ്റസ്റ്റൈൻ കണ്ടോ? എന്താ നിങ്ങൾ പിക്ചറിൽ നോക്കിയാൽ തന്നെ അറിയാം ഉള്ളിലുള്ള ആ ചുരുണ്ട് ഇങ്ങനെ വളഞ്ഞ പൈപ്പ് പോലെ ഇങ്ങനെ കണ്ടില്ലേ? ദാറ്റ് ഈസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. Okay. We cannot see our small intestine. If you have killed chicken at home, hen or cock, have you seen its intestines and all? കോഴി നിങ്ങളുടെ വീട്ടിൽ കൊന്നിട്ടുണ്ടോ? അതേ ഷോപ്പിൽ പോയി വാങ്ങിയിട്ട് മാത്രമേ ഉള്ളോ? കൊന്നിട്ടുണ്ട്. അൻമരയുടെ വീട്ടിൽ കോഴി ഇല്ലാന്ന് തോന്നുന്നു. ഉണ്ട്. ഉണ്ട്. ഓക്കെ. ഓക്കെ. ദിയ ആൻഡ് ഫെയ്ത്ത് ദേ ആർ ഷോയിങ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ കോഴീനെ കൊല്ലുന്നിടത്ത് പോയിട്ടുണ്ടോ? വീട്ടില് യൂഷ്വലി ഹൂ വിൽ കിൽ ദാറ്റ്? ഫെയ്ത്ത്, ഹൂ വിൽ കിൽ hen in your house? Father or mother or you? Unmute and tell me. Father. Father will do. Have you gone to see that? Yes. Yes. And you might have seen then intestines. Intestines കണ്ടിട്ടുണ്ടാവൂല. അതിലിങ്ങനെ ഒരു മാലയൊക്കെ പോലെ തന്നെ ഇങ്ങനെ ചുരുണ്ട് കണ്ടിട്ടില്ലേ? ദിയ, have you seen? Okay. ദിയ, have you seen? Okay. What about you, അൻമരിയ? അൻമരിയുടെ വീട്ടിൽ കോഴീനെ കൊല്ലാറില്ലെന്ന് തോന്നുന്നു. Is there? Okay. Who? Your mother or father? Neighbor. Okay. Have you seen that at least? Yes. Okay. Okay. So you have seen intestines, isn't it? Okay. Like that way, we human beings, all animals are having intestines, small intestine and large intestine. Okay. നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻസ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കോഴിയെ പോലെയുള്ള എന്തെങ്കിലും ചെറിയ ജീവിനെ കൊന്നിട്ട് അങ്ങനത്തെ ഇൻസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വാട്ട് അബൌട്ട് ആഷിക് ആൻഡ് ശ്രേയ? ഐ ഡോണ്ട് നോ. ടെൽ മീ. No. ഒന്നുമില്ല. Okay. Okay. As the food leaves your stomach, little by little, it enters a long winding tube below it called small intestine. The last step of digestion take place there. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് അതായത് ഡൈജഷന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നത്. ഓക്കെ. So our time is going to be up. Next portion we will take next. Okay, 4 more minutes are left out. Okay, the muscles in the small intestine mix food with the more digestive juices. So after reaching into the small intestine, there will be many more digestive juices. So this food will be mixed with that digestive juices. നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തുന്ന ഫുഡിൽ അവിടെ വേറെ കുറെ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ടാകും. ആ ജ്യൂസിന്റെ കൂട്ടത്തിൽ മിക്സ് ആകും. Some juices are secreted by the cells of the small intestine itself. സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ സെൽസുകൾ തന്നെ ഉണ്ടാക്കുന്നതാണ് കുറെ ഈ ജ്യൂസസ്. Then others come from the liver, which is the largest gland in the body. Have you seen liver's picture? Liver picture കണ്ടിട്ടുണ്ടോ നിങ്ങളാ? Okay, there is not. Wait a minute. See, liver. Do you all have a liver? എല്ലാവർക്കും ഉണ്ടോ ലിവർ? Yes. Without liver we cannot live. All living things means not plants. All animals and human beings are having liver. See,
Okay. See that picture, you can see the page number 18, digestive, human digestive system. അതിനകത്ത് ആ പിക്ചറിനകത്ത് കാണാൻ ലിവറിന്റെ പടം കണ്ടോ? Okay. So, which is it is the largest gland in the body. നമ്മുടെ ബോഡിയിലുള്ള ഏറ്റവും വലിയ gland ആണ് ഈ liver എന്ന് പറയുന്നത്. And it will produce juices. Juices means digestive juices. So it will help to digest the food. And the pancreas is that is located just below the stomach. നമ്മുടെ സ്റ്റൊമക്കിന്റെ താഴെയായിട്ട് പാൻക്രിയാസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്ത് കാണുന്നുണ്ടോ നിങ്ങൾ? See in that picture, did you see that pancreas, a small ഒരു ചെറിയ സാധനം pancreas എന്ന് പറഞ്ഞാൽ കണ്ടോ? പിക്ചർ കണ്ടോ? Okay. So pancreas and liver will produce digestive juices. It will help the food to digest in the small intestine. Okay. Only 1 minute is left. I will give one work today. I will put it in the WhatsApp group. Then only will. Okay. Then 1 more minute is left. Only 1 minute is left out to make cut off. So we'll wind up the class. So bye.